ഞാൻ ഈ റോബർട്ട് സപ്പോൾസ്കിയുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. എനിക്ക് ഇംഗ്ലീഷിൽ അങ്ങനെ അത്ര ഡീപ്പായിട്ട് ഒരു നല്ലൊരു ഭാഷാ പ്രാവീണ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ ചാപ്റ്ററുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കി. ഞാൻ ബുക്ക് വാങ്ങിയെങ്കിലും അങ്ങനെ പഠിച്ചെടുക്കാൻ മനസ്സിലായില്ല. ഡിറ്റർമിൻഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് ദെയർ ഈസ് നോ ഫ്രീ വിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത്, ഫ്രീ വിൽ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ജീവിത സ്വാനുഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ തീരുമാനങ്ങളെടുക്കും, ആദർശങ്ങൾ, ഐഡിയോളജീസ് നമുക്കുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ജനിതകമായിട്ടും വളർത്തലുകൊണ്ടും പിന്നെ തുടർന്ന് വന്ന വിദ്യാഭ്യാസവും നമ്മുടെ ചുറ്റുപാടുകൾ കൊണ്ടും ഒക്കെ തന്നെയും നമുക്ക് ആഗ്രഹിക്കുന്ന അതിനനുസരിച്ച് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയില്ല. രാവിലെ നമ്മൾ നിശ്ചയിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല വൈകുന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് സാഹചര്യങ്ങൾ ആണ് പ്രധാന ഘടകമായിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്രീ വിൽ? അപ്പോൾ എന്തുകൊണ്ടാണ് ദെയർ ഇസ് നോ ഫ്രീ വിൽ എന്ന് ഇത്രയും പ്രമുഖനായ ന്യൂറോളജിസ്റ്റായിട്ടുള്ള റോബർട്ട് സപ്പോൾസ്കി അങ്ങനെ പറയുന്നത്? അപ്പോൾ നമുക്കൊരു ചിന്ത വരും, അയ്യോ നമുക്ക് ഫ്രീ വില്ലില്ല, ഇച്ഛാശക്തി ഇല്ല, അതൊരു നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കുമോ? അതിനെ ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മൾ അംഗീകരിച്ചുകൊണ്ട് അത് പിന്നെ അതാണോ ഫ്രീ വിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കുകയാണോ? അത് എന്താണ് അതിനെക്കുറിച്ച് മൈത്രേയൻ്റെ ഒരു അഭിപ്രായം? അദ്ദേഹത്തിനോട് വിയോജിക്കത്തുള്ളൂ. എനിക്കൊരു വിയോജിക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. പക്ഷേ സപ്പോൾസ്കിയോടൊപ്പം നിന്നേ അത് ചെയ്യുള്ളൂ. അത് പണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ലോകവീക്ഷണമുണ്ട്. അതിനകത്ത് ഫ്രീ വില്ലിനെ പറ്റി അവർ പറയുന്ന ഒരു സ്ഥലം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, എന്നിട്ട് ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുത്ത് ഓരോന്നും ചെയ്യാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനകത്ത് നിർത്തിയ ഫ്രീ വില്ലിനെ പറ്റിയുള്ളൊരു സങ്കല്പമാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള സകല അവകാശവും ഉള്ള ആളാണ് എന്ന് പറയുന്ന ഫ്രീ വില്ലിനെ പറ്റി പറയുമ്പോൾ അങ്ങനെ ഒരു ഫ്രീ വില്ലില്ലെന്നുള്ളതാണ് സപ്പോൾസ്കി പറയുന്നത്. പക്ഷെ അപ്പോൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പോകുന്ന ഒരു സാധനം, അപ്പം എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള കഴിവില്ലേ, പറ്റുകയില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? ഈ പ്രശ്നം. അതുപോലെ തന്നെ മോറലായിട്ട് ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് കഴിയാതെ വരുന്ന, നമ്മൾ ഇങ്ങനെ പെരുമാറണോ അങ്ങനെ പെരുമാറണോ എന്ന് പറയുന്ന കാര്യവും ചെയ്യാൻ കഴിയാതെ ഇതേ പ്രശ്നം തന്നെ വരും. അവിടെയാണ് ഇത് ഈ സപ്പോൾസ്കി പറയുമ്പോൾ നമ്മൾ പ്രോബ്ലമായിട്ട് അനുഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഒരു പാറ മഞ്ഞത്തും വെയിലത്തും മഴയും കൊണ്ടിരുന്ന് അത് പൊടിഞ്ഞ് മണ്ണാകും. ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, ഈ പാറ പൊടിയുക എന്ന് പറയുന്ന രൂപമാറ്റം വരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് പാറ പൊടിയുന്ന ലാഘവത്തോടെയാണ് ഈ പ്രപഞ്ചം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഡിറ്റർമിൻഡ്. പാറ പൊടിയുന്നതിനകത്ത് പാറയുടെ ഒരു കോൺട്രിബ്യൂഷനും വേണ്ടില്ല. മഞ്ഞ് വീഴുന്നു, മഴ വീഴുന്നു, വേറൊരാൾ തല്ലി പൊട്ടിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനം പാറ പൊടിഞ്ഞ് മണ്ണാകുന്ന ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് ലോകമെങ്കിൽ ശരിയാണ്. കംപ്ലീറ്റ് ആരുടെയും ഒരു ഇതുമില്ല. പക്ഷേ അപ്പോൾ ജീവനുള്ളതും ജീവനില്ലാത്തതിനെ നമ്മളെങ്ങനെ തരംതിരിക്കും? ഈ ഒരു സ്ഥലമുണ്ട്. ജീവന് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പിന്നുള്ളത്. കഴിയില്ല. നമുക്ക് കണ്ണ് കാണുക എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടല്ല. കണ്ണ് തുറക്കുമ്പോൾ കാണും. പക്ഷേ ഈ ഇരിക്കുന്ന ക്യാമറയിൽ നോക്കണോ ആ ക്യാമറയിൽ നോക്കണോ എന്നുള്ളത് നമുക്കിച്ചിരി ഇടപെടാനുള്ള സ്ഥലമുള്ളതാണ്. പക്ഷെ കണ്ണ് കാണുന്നിടത്ത് മാത്രമേ ഇത് രണ്ടും നടക്കുകയുള്ളൂ.
അപ്പോൾ ഡിറ്റർമിൻഡായ ഒരു മേഖല വരെ വന്നതിന് ശേഷമുള്ള ഒരു ചെറിയ വിടവിലാണ് നമ്മൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ആനയാകട്ടെ എന്ന് വിചാരിച്ചാലൊന്നും ആകത്തില്ല. അങ്ങനത്തെ ഒരു ചോയ്സും ഇല്ല. അപ്പോഴാണ് ഇതുവരെ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നിർണീതമാകും. അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ട് നടക്കണോ ഇങ്ങോട്ട് നടക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് നമുക്കൊരു ഉത്തരം ചോയ്സ്. അപ്പോൾ വളരെ ലിമിറ്റഡായ ഒരു മേഖലയിലുള്ള ചോയ്സ് ഉള്ളതിനെയാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. അല്ലാതെ പാറ പൊടിഞ്ഞു മണ്ണാകുന്നത് പോലാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാകാതെ വരും. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ജീവനുള്ളതിനെയും ജീവനില്ലാത്തതിനെയും തരംതിരിക്കാൻ കഴിയാത്ത തരത്തിലാകും. പക്ഷേ ഓരോ സെക്കൻഡിലും നമ്മൾ കാണേണ്ടതുണ്ട്, ഇതെൻ്റെ കൈയാണ്, മടക്കാം. എന്നാൽ പുറകോട്ട് മടക്കാമെന്ന് കഴിഞ്ഞാൽ മടക്കത്തില്ല. അത് നിർണീതമാണ്, ഡിറ്റർമിൻഡ്. ഇത്രയും നമ്മളറിയണം. അപ്പോൾ ഈ പുറകോട്ട് മടക്കാൻ എന്തുകൊണ്ട് എൻ്റെ കൈയാണെങ്കിൽ മടക്കരുത്, എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യരുതോ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യുമെന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ എന്നാൽ പുറകോട്ടൊന്ന് മടക്കി കാണിച്ചതെന്ന് ചോദിച്ചാൽ മതി, അപ്പം മനസ്സിലാവും അങ്ങനെ നടക്കത്തില്ല. അപ്പോൾ ഈ മേഖലയെ പറ്റിയുള്ള അറിവാണ് സവിശേഷമായി നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ നിർണീതമായ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, അത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന തരത്തിലുള്ളത്. അപ്പോൾ ഫ്രീ വില്ലെന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യാൻ ദൈവം ഇങ്ങോട്ട് വിട്ടു, ഞങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഫ്രീ വില്ലില്ലെന്ന് പറയാൻ. കാരണം അതിൻ്റെ സംസ്കാരത്തിനകത്ത് അവർക്കുള്ള മറുപടി സപ്പോൾസ്കി അവിടെ പറയുന്നത് കൊണ്ടാണ് നമുക്കതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഈ പറയുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതെന്നുള്ള ഡിവിഷനെ നമ്മളെ കണ്ടുകൊണ്ട് അതിനകത്ത് വരുന്ന റിലേറ്റീവ് ആപേക്ഷികമായ ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശമുള്ള ജീവനെ പറ്റിയും കൂടെ നമ്മളതിനകത്ത് കൂട്ടിച്ചേർത്ത് മനസ്സിലാക്കാം. അങ്ങനെ അത് മനസ്സിലാക്കാം.